ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് ഒരു അടിപൊളി കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മൈക്രോ ഗ്രീൻസ്. അപ്പോൾ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, നല്ല ന്യൂട്രൻ റിച്ച് ആണ്, വൈറ്റമിൻസ് റിച്ച് ആണ്, അതുപോലെ വൈറ്റമിൻ സിയുടെ ഒക്കെ ഭയങ്കര സോഴ്സാണത്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒരുപാട് നല്ല നല്ല ഗുണകരമായിട്ടുള്ള വൈറ്റമിൻസും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോ ഗ്രീൻസിൻ്റെ കൾട്ടിവേഷൻ എങ്ങനെയെന്നാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസും അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോള്. ഇപ്പോൾ ഒരു വീടെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്തവരായിട്ട് ആരും കാണത്തില്ല. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് ഡയറ്റിൽ മാറ്റം വരുത്താം. അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു റെമഡിയാണ്. അതായത് നമുക്ക് മരുന്ന് കഴിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള സൂപ്പർ ഫുഡ്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു ചെറിയ സ്പേസിൽ നമുക്ക് ഇപ്പോൾ ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ സ്പേസ് ഒന്നുമില്ല, നമുക്കിപ്പോൾ വലിയ സ്പേസ് ഒന്നുമില്ല, ഇപ്പോൾ ചെറിയൊരു സ്പേസ് മാത്രമേ വീട്ടിലുള്ളൂ. അങ്ങനെയാണെങ്കിലും നമുക്കിത് കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല ഗുണകരമായിട്ടുള്ള ബാക്ടീരിയാസ് നമ്മുടെ വയറ്റിൽ ഇത് നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോകും. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഷുഗർ ലെവലും കൊളസ്ട്രോൾ ലെവലെല്ലാം ലെവലിൽ നിർത്താൻ പറ്റിയ കോമ്പൗണ്ട്സ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആർട്ടിക്കിൾസൊക്കെ ജസ്റ്റ് എടുത്ത് വായിക്കുക. അതിലെല്ലാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ നമുക്ക് ജേർണൽസിലൊക്കെ ഉണ്ട്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതെങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മളിത് കഴിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ തോരൻ ഉണ്ടാക്കത്തില്ലേ, ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാലഡ്സും ആക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് സാലഡായോ ഇതുപോലെ തോരനായിട്ടോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിത് കഴിക്കാം. ബെസ്റ്റ് സാലഡായിട്ട് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, മെയിനായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ നല്ലൊരു ഡൈജഷൻ, അല്ലെങ്കിൽ നല്ലൊരു ഫ്രീ ആയിട്ട് നമ്മളൊരു വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് നല്ലതായിട്ട് നമ്മുടെ ശരീരത്തിന് അത്രയും ന്യൂട്രിയൻസ് നമുക്കിത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഞാനൊക്കെ വീട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് സ്പേസ് കാണും, അതിന് നമ്മൾ വേസ്റ്റായിട്ട് കളയത്തില്ലേ, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെങ്കിൽ ചിരട്ട ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുറച്ച് മണ്ണ് നിറച്ച് ജസ്റ്റ് സീഡൊക്കെ ഇട്ട് വെച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സിമ്പിളാണ്. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ഗുണമാണ്, മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും, നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലോ വലിയ മാളുകളിലോ പോയിട്ട് ഈ തളിച്ച് വെച്ചിരിക്കുന്ന ഈ പെസ്റ്റിസൈഡ്സോ അതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊന്നും കഴിക്കണ്ട. ജസ്റ്റ് നമുക്കിതൊന്ന് വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി, നമുക്കിത് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരാം. അതായത് ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സീഡ് ഉണ്ടല്ലോ, നമ്മൾ വിത്ത് ഇങ്ങനെയുള്ള ധാന്യങ്ങളുണ്ട്, നമ്മുടെ പയറ് വിത്തുണ്ട്, നമ്മളെ കടുകുണ്ട്, ഉലുവയുണ്ട്, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള സീഡ് നമ്മുടെ വീട്ടിൽ അടുക്കളയിലുണ്ട്. നമുക്ക് വേറെ ഒരിടത്തും പോകണ്ട, നമുക്ക് കടയിലും പോയി നമുക്ക് എല്ലാം നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം ഇത് മുളച്ച് വരുന്നത് വെച്ചാൽ നമ്മുടെ സീഡ് മുളച്ചിട്ട് ഒരു തണ്ടും 2 ഇലയും കാണും. അതാണ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. ഇതൊരു 7 ദിവസം അല്ലെങ്കിൽ 10 മുതൽ 15 ദിവസം വെച്ചിട്ട് നമുക്കിത് വിളവെടുക്കാം. അപ്പോൾ ഇത്രയാണ് മൈക്രോ ഗ്രീൻസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇതിന് ഒരുപാടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, ഒട്ടും താമസിക്കാൻ വേണ്ട, നമുക്ക് വീഡിയോസ് തുടങ്ങാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയൊരു പാത്രം എടുക്കുക. അതിനുശേഷം ഒരു അടപ്പുള്ള പാത്രം എടുത്താൽ മതി. അതിനുശേഷം കുറച്ച് പയർ വിത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പയർ വിത്ത് അതിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കുക. ഇത് ഇപ്പം നമ്മൾ നൈറ്റ് ഒരു 6 മണിക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം രാവിലെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല മുള വന്നിരിക്കും. അഥവാ മുള കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് ഇതായിട്ട് യൂസ് ചെയ്യാം.
ഇതിനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇത് മതിയായിരിക്കും. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. വെള്ളത്തിലിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാനും അതിനും പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ തന്നെ ജസ്റ്റ് എടുത്ത് ഇട്ട് ഇത് മുളപ്പിച്ച് എടുത്താലും മതിയായിരിക്കും. ഞാനിവിടെ ഒരു ജസ്റ്റ് നമ്മൾ വേസ്റ്റായി കളയുന്ന ജസ്റ്റ് ചിരട്ട ഞാൻ എടുത്തതിന് ശേഷം ഞാൻ പഞ്ഞിയിലും കൂടെ ഒന്ന് വച്ച് നോക്കുകയാണേ. അപ്പോൾ ഈ പഞ്ഞി, പേപ്പർ, പിന്നെ ഇങ്ങനെയുള്ള സംഭവത്തിലും നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. ഈ പഞ്ഞി എടുത്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ നല്ലതാണ്. കുറച്ചുകൂടെ വെള്ളം പിടിച്ച് ഇരിക്കും. കുറേ ദിവസം നമുക്കിത് വച്ചിരിക്കാനും പറ്റും. അതുകൊണ്ട് ഞാൻ പഞ്ഞിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഇപ്പോൾ ഏതാണ് ബെറ്റർ ഗ്രോത്ത് വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ഞിയിലും കൂടെ ഒന്ന് വച്ച് നോക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് ഇതുപോലെ വെച്ചാൽ മതി. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. അത് കുഴപ്പമില്ല. നന്നായിട്ട് മുളച്ച് ഇങ്ങനെ വന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ച്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദിവസവും കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കുറച്ചൊന്ന് തളിച്ച് കൊടുക്കുക. അതാണ് വേണ്ടത്. ഇങ്ങനെ ഒഴിക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ചിരട്ട, പ്ലാസ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അടിയിലൊരു ചെറിയൊരു ദോരം ഇടുക. അപ്പോൾ ഈ വെള്ളം അതിലിങ്ങനെ പിടിച്ച് കുറച്ച് പോകണം. ഇതേ മെത്തേഡാണ് നമ്മൾ വീട്ടിൽ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം. നമ്മൾ ചെടി നടുന്ന ഒരു കാര്യം പോലെ നമ്മൾ അകത്ത് ഒരു ചെറിയ സ്പേസിൽ ചെറുതായിട്ടൊന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ മണ്ണിൽ വെച്ച് നോക്കിയതാണ്. മണ്ണിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മണ്ണിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വിത്ത് നന്നായിട്ട് നിറയ്ക്കുക. ഇതെല്ലാം മുളച്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു കാണാൻ പറ്റും. ഇത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ മണ്ണിൽ നന്നായിട്ട് കുറേ വിത്ത് ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണ്. ഞാൻ പിന്നെ കുറച്ച് ബേസായിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിലുള്ള വെള്ളം അതിലോട്ട് അങ്ങ് ഇറങ്ങിയിരിക്കും. പിന്നെ ഞാൻ കടുക് വെച്ചു. അതുപോലെ തന്നെ വേറെയും കുറേ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. ഞാൻ ഗോതമ്പ് വെച്ചു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്ത് സീഡ്സ് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് മുളപ്പിച്ച് കഴിക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇത് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് തരും, എന്തൊക്കെ നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഉലുവ നോക്കിയിട്ടുണ്ട്. എല്ലാം വയ്ക്കുന്നുണ്ട്. ഉലുവയ്ക്കെന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. ഒരുപാട് നമുക്ക് ഇത് ഉലുവയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ഷുഗർ ലെവലും കൊളസ്ട്രോൾ ലെവലൊക്കെ ഒരുപാട് നമുക്ക് നിയന്ത്രിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നതെന്ന്. ഞാനിത് എല്ലാം വിത്തൊക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടെടുത്തതാണ്. അതായത് അതിനുശേഷം ഇങ്ങനെ മുള പൊട്ടി എല്ലാം വന്നു തുടങ്ങി. നല്ല രസമാണ് കേട്ടോ. നല്ല ഒരു മനസ്സിന് ഭയങ്കര സന്തോഷവും കുളിർമയും എല്ലാം തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതൊക്കെ സംഭവങ്ങളിൽ ഇങ്ങനെ നാച്ചുറലി ഇങ്ങനെ നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും. ഇങ്ങനെ വരുന്നത് കാണാനും അതിലിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഒക്കെ നല്ല രസമാണ്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. ജനലിൻ്റെ ആ സൈഡ് കണ്ടോ, അവിടെയാണ് ഞാൻ ഇത് വച്ച് ചെയ്തത്. ഇത് കടുകാണ് ഇങ്ങനെ മുളച്ച് വരുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചീരയൊക്കെ നമ്മൾ ചീരയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിൽ എനിക്ക് ഇതിൽ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നി. ഈ പയറൊക്കെ കുറച്ചുകൂടി ഇങ്ങനെ കഴിച്ചപ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് തോന്നി ഇതിൻ്റെ. ഇങ്ങനെ ഞാൻ ഇത് ജസ്റ്റ് ഇതിൻ്റെ സാലഡ് പോലെയൊക്കെ ആയിട്ട് കഴിച്ചു. ഇത് ഞാൻ കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. അതിനെ വിളവെടുത്ത് ഞാൻ ഒരു പാത്രത്തിലോട്ട് ആക്കുകയാണ് കേട്ടോ. ഇതുപോലെ എടുക്കുക. അതായത് അതിൻ്റെ വേരും കൂടെ ഇങ്ങനെ എടുത്തിട്ട് വേര് കട്ട് ചെയ്തോ അല്ലെങ്കിൽ കഴുകി വേര് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്ത് കളയാം.
എന്നിട്ട് കഴുകി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇനി ഞാൻ പറയാം, പഞ്ഞിയിൽ വെച്ചത് എനിക്ക് അത്ര നന്നായിട്ട് വന്നില്ല. ഞാൻ പിന്നെ ഇതിലൂടെ തന്നെ അങ്ങ് എടുത്തിട്ട് ഞാനങ്ങ് സാലഡ് പോലെ ആക്കി കഴിച്ചു. ഗോതമ്പൊക്കെ ഒന്നായി വരുന്നതേ ഉള്ളൂ. ഗോതമ്പൊക്കെ കുറച്ച് ടൈം എടുക്കും, ഒരു 15 ദിവസമൊക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ദിവസം നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ കുറേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഇതാക്കി തോരനോ സാലഡാക്കിയോ എന്ത് വേണമെങ്കിലും ആക്കി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അതിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ വരാം. അപ്പോൾ ബൈ ബൈ.